LPST റാങ്ക് ഹോൾഡേഴ്സിന്റെ രാപ്പകൽ സമരം തിരുവനന്തപുരത്ത് തുടരുകയാണ്. സെക്രട്ടേറിയറ്റ് മുന്നിൽ ഉദ്യോഗാർത്ഥികൾ മണ്ണുവാരി തിന്നുന്നു. ഈ സർക്കാരിന്റെ കാലത്തും ഇങ്ങനെയുള്ള ദൃശ്യങ്ങൾ കാണേണ്ടി വരികയാണ്. ദൗർഭാഗ്യകരമായ ദൃശ്യങ്ങളാണ്. 15 മാസമായിട്ടും 1-ാം റാങ്ക് കിട്ടിയ ആളുകൾക്ക് പോലും നിയമനമില്ല എന്ന് പറയുന്ന സാഹചര്യമാണുള്ളത്. 15 മാസമാണ് പിന്നിട്ടിരിക്കുന്നത്. 5 ജില്ലകളിൽ റാങ്ക് ലിസ്റ്റിൽ നിന്ന് 1-ാം റാങ്കുകാർക്ക് പോലും നിയമനമായിട്ടില്ല. നമ്മുടെ നാട്ടിലെ യുവാക്കളാണ് അവിടെ ആ നിലത്തിരുന്ന് മണ്ണ് വാരി തിന്നുന്നത്. അവർക്ക് അന്തസ്സോടുകൂടി ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകേണ്ടതുണ്ട്. പഠിച്ച് പരീക്ഷ എഴുതി ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടും നിയമനം കിട്ടിയിട്ടില്ല എന്ന ഒരു കുറ്റം മാത്രമാണ് അവർ ചെയ്തത്. മറ്റ് എന്തെങ്കിലും നിയമരഹിതമായ പ്രവർത്തനങ്ങളിലേക്ക് പോയതിന്റെ ശിക്ഷയല്ല ഈ അനുഭവിക്കുന്നത് എന്നത് ആലോചിക്കണം. 2025 മാർച്ചിൽ പുറത്തിറങ്ങിയ LPST റാങ്ക് ലിസ്റ്റിലുള്ളവർക്കാണ് ഈ ദുരവസ്ഥയുണ്ടാകുന്നത്. അരുൺ സോളമൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. അരുൺ, ഇതിനു മുൻപും നമ്മൾ ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ട്. അന്നൊക്കെയും ആഗ്രഹിക്കുന്നത് ഇനി ഒന്നിങ്ങനെ കാണേണ്ടി വരരുത് എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴും ഈ യുവാക്കളുടെ ഏറ്റവും നിർഭാഗ്യകരമായ ദൗർഭാഗ്യകരമായ രംഗങ്ങൾക്ക് നമ്മൾ സാക്ഷികളാകേണ്ടി വരികയാണ്. അരുൺ, കേൾക്കാമോ? മാധു, LPST ഉദ്യോഗാർത്ഥികൾ ഇന്നിപ്പോൾ അനിശ്ചിതകാല റിലേ സത്യാഗ്രഹം ആരംഭിച്ചിരുന്നപ്പോൾ 9 ദിവസം ആവുകയാണ്. ഇന്നിപ്പോൾ സമരം വീണ്ടും ഉദ്യോഗാർത്ഥികൾ കടുപ്പിച്ചിരിക്കുകയാണ്. മണ്ണ് വാരി ഉദ്യോഗാർത്ഥികൾ സെക്രട്ടറി മുന്നിൽ ഇപ്പോൾ പ്രതിഷേധം കടുപ്പിക്കുകയാണ്. മണ്ണുവാരി തിന്നുകൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് നിലവിൽ ഉദ്യോഗാർത്ഥികൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിലും ഈ സമരം ഒരു തീരുമാനത്തിലെത്തിയില്ല എങ്കിൽ സമരം കടുപ്പിക്കുമെന്നാണ് ഉദ്യോഗാർത്ഥികൾ നൽകുന്ന ഒരു സന്ദേശം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മുഖത്ത് കരിവാരി തേച്ച് കൊണ്ടുള്ള ഒരു പ്രതിഷേധമൊക്കെ ഉദ്യോഗാർത്ഥികൾ സംഘടിപ്പിച്ചിരുന്നു. ഇപ്പോൾ നിലവിൽ നടന്നു വരുന്നത് അനിശ്ചിതകാല റിലേ സത്യാഗ്രഹം കൂടിയാണ്. നിലവിൽ ഉദ്യോഗാർത്ഥികൾ ഇന്ന് ആണ് ഈ സമരം വീണ്ടും ഒരുപടി കൂടി മുന്നോട്ട് കടുപ്പിച്ച് തന്നെയാണ് മുന്നോട്ട് പോയിരിക്കുന്നത്. കാരണം നിലവിൽ ഇതുവരെയും ഈ സമരം ഉദ്യോഗാർത്ഥികൾ ആരംഭിച്ച് ഈ നിമിഷം വരെയും ഒരു ചർച്ച, ഒരു അനുകൂലമായിട്ടുള്ള ഒരു സമീപനം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. നിലവിൽ അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആവശ്യം എയ്ഡഡ് നിയമനങ്ങൾ PSCക്ക് വിടുക എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ അധ്യാപിക വിദ്യാർത്ഥി ആനുപാതികം അത് 1:2:5 എന്ന നിലയിലേക്ക് മാറ്റണമെന്നുള്ള ആവശ്യമാണ് അവരുടെ സമരത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്ന്. ഇതിൽ ഏറെ ഗുരുതരമായി കഴിഞ്ഞിരിക്കുന്ന കാര്യം, ഇത്രയും ദിവസമായിട്ടും ഈ PSCയിലുള്ള ഒഴിവുകൾ എത്രയാണെന്നുള്ളൊരു വ്യക്തത ഇതുവരെയും വരുത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതിൽ LPST റാങ്ക് ലിസ്റ്റിലുള്ള വിദ്യാർത്ഥികളാണ് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മുന്നിൽ 9 ദിവസമായി അവർ സമരം തുടരുകയാണ്. അനിശ്ചിതകാല നിരാഹാര സമരം തുടരുകയാണ്. അതിനൊടുവിൽ ഇപ്പോൾ മണ്ണുവാരി തിന്നുകൊണ്ടുള്ള പ്രതിഷേധം നടത്തുന്നത്. അവിടെ നിലത്ത് കുത്തിയിരുന്ന് മുന്നിൽ ഇലയിട്ട് മണ്ണ് അതിൽ ഇട്ട് ചോറ് വിളമ്പുന്നത് പോലെ വിളമ്പി വെച്ച് ഉണ്ണുകയാണ് ഈ നാട്ടിലെ യുവാക്കളും യുവതികളും. LPST റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിട്ട് 15 മാസമായിട്ടുണ്ട്. 15 മാസമായിട്ടും 5 ജില്ലകളിലെ 1-ാം റാങ്കുകാർക്ക് പോലും ഇതുവരെയും നിയമനം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. 3 ആഴ്ചക്കുള്ളിൽ എല്ലാ ഒഴിവുകളും റിപ്പോർട്ട് ചെയ്യണമെന്ന മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു. കാലാവധി പൂർത്തിയായിട്ടില്ല, പക്ഷെ അവർക്ക് 15 മാസമായി ലിസ്റ്റ് നിൽക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് ഇതുവരെ നിയമനങ്ങൾ ഉണ്ടായിട്ടില്ല. മെയിൻ ലിസ്റ്റിലെ 6414 പേർ ഉൾപ്പെടെ 11893 പേരെയാണ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പാലക്കാട്, വയനാട്, കാസർഗോഡ്, കോഴിക്കോട്, ആലപ്പുഴ ജില്ലകളിലാണ് ഒരാൾക്ക് പോലും നിയമനമില്ലാത്തത്. കോട്ടയത്തും തൃശ്ശൂരും തിരുവനന്തപുരത്തും ഒഴിച്ചാൽ മറ്റ് ജില്ലകളിലെ നിയമന ശുപാർശ മാത്രമാണ് നടന്നിട്ടുള്ളത്. ഈ സാഹചര്യത്തിലാണ് ഉദ്യോഗാർത്ഥികൾ സമരത്തിന് വേണ്ടി എത്തിയിരിക്കുന്നത്. കണ്ണു തുറക്കാൻ മനസ്സില്ലെങ്കിൽ മണ്ണ് വാരി തിന്നു ഞങ്ങൾ, മണ്ണ് വാരി തിന്നും ഞങ്ങൾ. ഇൻക്ലാബ് സിന്ദാബാദ്, പ്രതിഷേധം പ്രതിഷേധം, LPST പ്രതിഷേധം. രാവുകളില്ല പകലുകളില്ല, ഊണുമില്ല ഉറക്കവുമില്ല, അരുൺ സോളമൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. അരുൺ, നാമമാത്രമായ നിയമനങ്ങളും നിയമന ശുപാർശകളും മാത്രമാണ് ഇതുവരെയും ഉണ്ടായിട്ടുള്ളത് എന്നതാണ് ഇവരെ ഈ ദുര്യോഗത്തിലേക്ക് തള്ളിവിടാനുള്ള കാരണം. ഈ റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കുന്നത് എപ്പോഴാണ്? അതിനുള്ളിൽ നിയമനവുമായി സർക്കാർ മുന്നോട്ട് പോകില്ല എന്ന് ഇവർക്ക് തോന്നാനിടയായ സാഹചര്യം എന്താണ്?
നിലവിൽ മാധു ഈ റാങ്ക് ലിസ്റ്റ് വന്നിട്ട് ഇപ്പോൾ 15 മാസം പിന്നിടുകയാണ്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പോലും ഒരു അനുകൂലമായിട്ടുള്ള തീരുമാനം ഉണ്ടായിട്ടില്ല. പുതിയ സർക്കാർ വന്നപ്പോൾ തന്നെ മുഖ്യമന്ത്രി ആദ്യഘട്ടത്തിൽ തന്നെ ഈ PSCയോട് പറഞ്ഞത് മുഴുവൻ ഒഴിവുകളും വളരെ വേഗം തന്നെ അതാത് വകുപ്പുകൾ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യണം PSCക്ക് എന്നുള്ളതാണ്. പക്ഷേ അത് സംബന്ധിച്ച് റിപ്പോർട്ടുകൾ വന്നുവെങ്കിലും പിന്നീട് ക്രമക്കേടുകൾ അടക്കമുള്ളവ പല ഉദ്യോഗാർത്ഥികളും മുഖ്യമന്ത്രിക്ക് തന്നെ നേരിട്ട് പരാതി നൽകിയ സാഹചര്യമാണ് മുന്നിലുള്ളത്. പക്ഷേ ഇത് മാത്രമല്ല, നിലവിൽ LP അതുപോലെ തന്നെ UP അധ്യാപകരൊക്കെയും സെക്രട്ടറിന് മുന്നിൽ സമരത്തിലാണ്. ഇപ്പോൾ LPST ഉദ്യോഗാർത്ഥികളുടെ സമരമാണ് നിലവിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിലിപ്പോൾ ഈ 9 ദിവസമാവുമ്പോഴും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N ശംസുദ്ദീനുമായി നടത്തിയ ചർച്ചകളിൽ പോലും ഒരു അനുകൂലമായ സമീപനം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഉദ്യോഗാർത്ഥികൾ മുന്നോട്ട് വെക്കുന്നത്. ഇതിൽ അവരുടെ ഏറ്റവും വലിയ പരിഭവം എത്ര ഒഴിവുണ്ട് എന്നുള്ളത് ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾക്കും അറിയില്ല എന്നുള്ളതാണ്. തങ്ങൾ എഴുതിയ എക്സാം അത് രാപ്പകലില്ലാതെ ഉറക്കവും ഊണും ഒഴിഞ്ഞ് മാറ്റിവെച്ച് അവരെഴുതി ആ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടും ഈ എത്ര ഒഴിവുകൾ ഉണ്ടെന്ന് സർക്കാരിന് എന്തുകൊണ്ട് വ്യക്തത വരുത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് കഴിഞ്ഞ 9 ദിവസമായിട്ട് അവർ ആവർത്തിക്കുന്നത്. ഏറ്റവും ഒടുവിലാണ് ഇന്നിപ്പോൾ നമ്മൾ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അവർ ഈ ഇലയിൽ മണ്ണ് വെച്ച് ആ മണ്ണ് ഇപ്പോൾ വാരി തിന്നുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നാടിന്റെ അല്ലെങ്കിൽ നമ്മളെ ഒരു രാജ്യത്തിന്റെ തന്നെ ഒരു വാഗ്ദാനങ്ങളായി മാറുന്ന ഒരു യുവതലമുറ അവർ ഇപ്പോൾ അവരുടെ ഉപജീവന മാർഗമായി അവർ കണ്ട ഇത്രയും വർഷം അവർ പഠിച്ച് ഒരു സർക്കാർ ഉദ്യോഗത്തിലേക്ക് എത്താൻ